And in this year, when we turn back, there has been a lot of events. There has been a lot of areas of sorrows we had, but we all had one hope as we moved forward. അനേക ദുഃഖങ്ങളും സന്തുഷ്ടമായ വിവിധ അവസരങ്ങളുമൊക്കെ സമ്മിശ്രമായിരുന്ന ഒരു വർഷമായിരുന്നു നാം. എന്നാൽ ലക്ഷ്യത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നവരാണ്. And I believe only a Christian can say that with boldness. None other than a believer cannot say that they are moving forward with a hope into a new year. ഒരു പുതിയ വർഷത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇന്ന് കർത്താവ് വന്നില്ല എങ്കിൽ നിശ്ചയമായിട്ടും നാം ഒരു പ്രത്യാശ നിർഭരമായ ഒരു വർഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. So the Bible is now encouraging us how we should get ready, especially even as the Lord's coming is not coming soon, and how we should be getting ready for the days to come. വരുന്ന നാളുകളിൽ കർത്താവിൻ്റെ വരവിനായിട്ട് നാം ഓരോ ദിവസങ്ങളിലും ഒരുങ്ങിയിരിക്കുവാനായിട്ട് ഇടയായിത്തീരാം. So in the last class, that is when we stopped with Exodus 33 verse 1 to 17, we examined looking forward, not depending ourselves, but desperately seeking for the presence of God. 31 ആദ്യത്തെ 17 വാക്യങ്ങളിൽ നിന്നും നാം കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് മുന്നേറുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. And in that lesson, we really studied on what is the Lord teaching us about His presence. ഈ പാഠങ്ങളിൽ കർത്താവ് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് നാം ശ്രദ്ധിക്കുകയായിരുന്നു. And we understood we had a bitter need in our life, and this bitter need only made us away from God over there, and God gave us that need in our life. നമ്മുടെ ജീവിതത്തിൽ വിവിധമായ ആവശ്യങ്ങൾ വന്നിരുന്ന സാഹചര്യങ്ങളിൽ അവ ദൈവം നമുക്ക് നൽകി നമ്മളെ നടത്തുന്നത് നമുക്ക് ചിന്തിക്കാം. And moreover we understood that need was because of the presence of sin in our life. എന്നാൽ ലൗകികമായ പല കാര്യങ്ങളും നാം ആഗ്രഹിച്ചത് പാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയും. So this is where the Bible teaches us how sin, when it reached into our life, we were desperately running away from the presence of God, and we needed His presence in our life. ലൗകികമായ കാഴ്ചപ്പാടിലുള്ള ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടി നാം പലപ്പോഴും ദൈവത്തിൻ്റെ കാര്യങ്ങളോടനുബന്ധിച്ച് അകലേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാട്, ലൗകികമായ കാഴ്ചപ്പാടിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് കാണും. And then we understood the Lord has given us a privilege that we should not neglect when we studied about His presence. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ, ആ സാന്നിധ്യത്തെ നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധ്യം ഉള്ളവരായി മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും നാം ഒരിക്കലും അവനെ തള്ളിപ്പറയുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കുകയില്ല. And that is another lesson we also concluded. There is an assignment which we have. We have to carry His presence. The Lord dwells in our body, and that is why we are looking forward even in the days to come. നമ്മൾ കർത്താവ് യേശുക്രിസ്തു വസിക്കുന്നത് കൊണ്ട് നാം ഭാവിപരമായ കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തതയോടുകൂടെ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരും. Now, when we look into a college student's life, he has got most of the students of today's generation have got a precise clarity to what they want to become in the next 10 to 15 years. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ആരായി തീരണമെന്നുള്ള ആധുനിക കാലഘട്ടത്തിലെ യുവതലമുറ ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങളെ തയ്യാറാക്കുന്നത് കാണാം. They have a precise understanding even to how the house should run, how many children should have, how long that family planning should be. Everyone has got many worldly views over there. ലോകത്തിലെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിലാണ് തലമുറകൾ മുന്നോട്ട് പോകുന്നത്. വിശേഷാൽ വ്യക്തിപരമായ ജീവിതത്തിൽ, അതുപോലെ കുടുംബത്തിൽ, തലമുറകൾ സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച്, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കുന്നത് കാണാം. So the
Christian view of a spiritual being is important. How do we look to earn to be in the presence of God? Number one, which we saw last week. Number two, today we are studying about the glory of God. How are we looking forward to see His glory? ലോക ജീവിതത്തിൽ എങ്ങനെ നാം നേടി മുമ്പോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിച്ചു. ഇനിയും ഭാവിപരമായിട്ട് ദൈവസന്നിധിയിൽ ദൈവമഹത്വത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ചും ചിന്തിക്കുവാനിടയാകാം. For that particular attention, for that particular topic, this is where I believe Moses is reminding us through these verses. Exodus chapter 33, verses 17 and 18. That is the ultimate desire of Moses over there we read. പുറപ്പാട് പുസ്തകം 33-17-18 വാക്യങ്ങളിൽ അന്തിമ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യം നാം വായിക്കുന്നു. I would request an uncle to please help us. Exodus 33, verse 17 and 18. സൗരന്മാരാരെങ്കിലും വായിക്കാം. പുറപ്പാട് പുസ്തകം 33-17-18 വാക്യം. 17 യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തു അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. Now, when the Lord is speaking to Moses, first of all, he desired to have the presence of God go along with them. That's what we studied last week. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തു, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന മോശയെ കണ്ടു. But here in verse 18, there is the desire of Moses. Not only we want the presence of God, but Moses wants to understand or to gain the radiance of the majestic appearance of our Lord Jesus Christ. അതേസമയം തന്നെ ഇപ്പോൾ ഈ 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ തേജസ് കാണുവാൻ തക്കോണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ് ഗ്രഹിക്കുവാൻ്റെ കോണം കാണുവാൻ്റെ കോണം ആഗ്രഹിക്കുന്ന മോശയേക്കാൾ. Now, that is a question that I as a Christian ask myself, even when I have been born again, being into a church family and going forward, what is the ultimate desire in a believer's life? Am I able to look at Moses' life and say like Moses over here? ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ മോശയെ പോലെയുള്ളൊരു ആഗ്രഹം, ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മഹത്വം കാണുവാനുള്ള ആഗ്രഹവും നമുക്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാനിടയാവും. I remember talking this about earlier in one of the classes about a song. Heaven is a wonderful place filled with glory and grace. Everyone wants to go there. But do we really desire to go where the Heavenly Father is and to see His glory? That is what the lesson of Moses is teaching us. ദൈവത്തിന്റെ മഹത്വം കാണുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗം അത് മഹത്വമുള്ള സ്ഥാനമായിട്ട്, അങ്ങനെയുള്ള സ്ഥാനത്ത് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാട്ടിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർത്തു. ഇതേപോലെയുള്ള ഒരു കാഴ്ചപ്പാട് ഭാവിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മോശയെ പോലെ നമ്മുടെ കാര്യത്തിലും നാം ഓരോരുത്തരും ദൈവമഹത്വം കാണണമെന്നുള്ള ആഗ്രഹത്തിൽ സ്വർഗീയ സ്ഥാനത്ത് നാം ചെന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ആയിരിക്കുവാനിടയാകും. This is what we read and learn here, the longing of Moses. Moses is having a long-term desire only to see His glory over there. ദൈവത്തിന്റെ മഹത്വം കാണുവാനുള്ള അതിയായ ആഗ്രഹത്തോടുകൂടെ മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. Now, when we pray, especially for our family friends, we pray that our family will know Christ. They will understand who is Christ to them. They will come to know the true knowledge of their Savior. We do that for evangelistic purpose. സുവിശേഷ സംബന്ധമായിട്ടുള്ള ജീവിതത്തോടനുബന്ധിച്ച് രക്ഷകനെ കാണുവാൻ, അറിയുവാൻ, അതുപോലെ രക്ഷകന്റെ മഹത്വത്തെക്കുറിച്ച് കാണുവാനൊക്കെ ഇടയായി തീരത്തക്ക വിധത്തിലുള്ള ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ജീവിതം. But eventually, what is our prayer leading to? We are praying, Lord, may my child, may my community learn to see your glory over there. When they understand your glory, they will recognize how much they need you over there. ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ആ ജനതകൾ, സന്ദേശം കേൾക്കുന്ന ജനതകളൊക്കെ ദൈവമഹത്വം കാണണം. അതിന് എത്രമാത്രം ആ മഹത്വം കാണുവാൻ അവർക്ക് കഴിയണമോ ആ കാര്യത്തെക്കുറിച്ചുള്ള ആഗ്രഹത്തിലാണ് സന്ദേശങ്ങൾ
നാം അറിയിക്കാറുള്ളത്. Dear believers and listeners, this is the time we should introspect our own prayers. How are we praying even for evangelism, for our children, for our neighbors, for our society? Are we praying like Moses, Lord, let my neighbors see your glory over here? നാം ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവജനം സുവിശേഷ സന്ദേശം ശ്രദ്ധിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരുക എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അങ്ങനെ മാത്രം നാം പ്രാർത്ഥിക്കുന്നു എന്ന് ഓർക്കാം. Now let us come to the response of God. When Moses prays that prayer in 19 to 23, the Lord responds to the prayer of Moses. This is a beautiful illustration again of grace, compassion, and the mercy of God over here. അവിടെ ദൈവത്തിന്റെ പ്രതികരണം പ്രാർത്ഥനയോടനുബന്ധിച്ച് നാം 19 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളിൽ കാണാം. അവിടെ ദൈവത്തിന്റെ കൃപ കാണിക്കുന്ന കാര്യം, ദൈവം തന്നോട് അനുബന്ധിച്ചുള്ള തന്റെ Hello? Uncle, can you hear me? Yes, I can. Yeah. Can I request an uncle to please help us read verses 19 to 23? സഹോദരന്മാരാരെങ്കിലും 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? 19 മുതൽ. അതിനു അവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കൂ എന്ന് അരുളി ചെയ്തു. നിനക്കും എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. Uncle, till 23. ഓക്കെ. നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ടു ജീവനോടെ ഇരിക്കുകയില്ല എന്നു അവൻ കൽപ്പിച്ചു. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു. Thank you, Uncle. Now, when we look into these verses, we realize there is a yes and a no in the response of God. With that shows the condition to how Moses can view or see the radiance of God over here. ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന, തേജസ് കാണുവാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ, അങ്ങനെ പ്രാർത്ഥിച്ച ആ സാഹചര്യത്തിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ദൈവം അതിന് അംഗീകരിച്ചു കൊടുക്കുന്നു, മറ്റു ചില കാര്യങ്ങൾ അനുവദിക്കാതിരിക്കുന്നു എന്നും നാം കാണും. Now, when we read through these lines over here, number one, we recognize God is allowing himself to reveal who he is to Moses over there with all his goodness over there. ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് ദൈവം കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. Now, in this, we can understand how is God revealing to us. If God does not reveal who he is to us, definitely none of us will be able to recognize he is our Savior. ഈ ദൈവം ആരാണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ആർക്കും നമ്മുടെ രക്ഷകനായിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ. Now, why is there a problem in that? Why? Because man did not have any authority to know by himself because of his sin. He was in the darkness of sin, and that is where he could not understand who he is God to over there. പാപത്തിന്റെ അന്ധകാരത്തിലിരിക്കുന്ന മനുഷ്യർക്ക് ആർക്കും ദൈവം ആരാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയാൽ മാത്രമേ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. When we read through the epistle of Romans, Apostle Paul teaches us how when God saw man, he gave man to the authority of darkness. അന്ധകാരത്തിലിരിക്കുന്ന മനുഷ്യർക്ക് ദൈവം പ്രകാശിപ്പിക്കുന്ന തന്നെ കുറിച്ച് വെളിപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച്
റോമാലേഖനം 1 അധ്യായത്തിൽ വായിക്കുന്നു, ദൈവം അവർക്ക് വെളിപ്പെടുത്തിയല്ലോ എന്ന് വായിക്കുന്നു. And when we read through the words in Romans, the words of Apostle Paul, here is where God teaching the darkness of sin, how much he hated it and how he was not pleased with man over there. ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ അവസ്ഥ, ഇരുട്ടിലായിരിക്കുന്ന സ്ഥിതി, അതിൻ്റെ അവസ്ഥയിൽ ദൈവം എത്രമാത്രം അവരെ വെറുക്കുന്നു എന്ന് ജനസമൂഹത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. And in that hate, there is where God's goodness is seen. In that goodness, he is revealing himself to man, who is God to the sinful people over there. അങ്ങനെ അന്ധകാരത്തിലിരിക്കുന്ന ജനങ്ങൾക്ക് ദൈവം തൻ്റെ നന്മ വെളിപ്പെടുത്തുവാനിടയാകുമ്പോൾ ആരാണ് ദൈവമെന്ന് ദൈവത്തെക്കുറിച്ച് അറിയുവാൻ തക്കവണ്ണം ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണും. Now I imagine when I do a mistake, can my parents accept my mistake and show their good part over there? Definitely not. When I do a mistake, I should be disciplined. It will be their anger over there. But here, the goodness of God is shown in his revelation, who he is to the people. മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും നിലയിൽ തെറ്റ് സംഭവിച്ചാൽ ആ കാര്യത്തിൽ അവരുടെ നന്മയല്ല, മറിച്ച് അവരെ ശിക്ഷിക്കുക, അതാണ് നിലയിൽ അവരോട് നടപടിയെടുക്കുക. എന്നാൽ ദൈവം തൻ്റെ പ്രവൃത്തി കാണിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥ അന്ധകാരത്തിലായിരിക്കുമ്പോൾ വെളിച്ചമായിട്ട് താൻ കൃപയും കരുണയും അതുപോലെ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ട് തന്നെ വെളിപ്പെടുത്തുന്നതായിട്ടും നാം ഇവിടെ കാണും. The next thing is interesting in verse 19. How not only he is revealing his goodness, he is proclaiming his name over there. ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ തന്നെ അവൻ്റെ നാമവും വെളിപ്പെടുത്തുന്നതായിട്ട് കാണാം. And that name reveals the full gravity of his glory over there. ആ നിലയിൽ വെളിപ്പെടുത്തുമ്പോൾ അവൻ്റെ മഹത്വം എത്രമാത്രമുണ്ടോ അത് മുഴുവനെയും വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. Coming down to verse 19 again, we read, I will be gracious to whom I will be gracious and will show compassion. Two lessons we are again learning over there about God. അവിടെ ദൈവം യഹോവ തന്നെ കുറിച്ച് പറയുമ്പോൾ യഹോവ തൻ്റെ നാമത്തെ അവൻ്റെ മുമ്പാകെ ഘോഷിക്കുവാൻ ഇടയായിത്തീരുമെന്നും കൃപ ചെയ്യുവാൻ മനസ്സുള്ളവനോട് ദൈവം കൃപ കാണിക്കുന്ന കാര്യവും അവിടെ പറഞ്ഞിരിക്കുന്നു. This is a lesson where God is teaching Moses that God is not obligated to any man over there. It's his desire, it is his will, and out of his will he has shown grace to us. We should remember this evening again. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യനോട് കൃപയും കരുണയൊക്കെ കാണിക്കുവാൻ മനുഷ്യനിൽ യാതൊരു അർഹതയുമില്ല. ദൈവം അങ്ങനെ കാണിക്കണമെന്ന് നിർബന്ധവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമ്മോട് ഉദിച്ചത് ദൈവം പ്രത്യേകമായി നമ്മോട് കരുണ കാണിച്ചു, കൃപ കാണിച്ചു എന്നത് ദൈവത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് കാണാൻ കഴിയുന്നത്. This is a lesson again we can reflect back to our previous class which we studied in the doctrine of election from Romans chapter 9 verse 14 to 16. റോമാലേഖനം 9 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നാം പഠിച്ചതിനോട് ചേർത്ത് ഈ കാര്യം നമുക്ക് വീണ്ടും ചിന്തിക്കുവാൻ കഴിയുന്നു. Apostle Paul teaches the believers there is no partiality with God in his election. God is fair because it is he who decides whom to elect, whom to save, and whom to show compassion and mercy. ആരോട് ദൈവം കരുണ കാണിക്കണം, കൃപ കാണിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, അത് മനുഷ്യൻ്റെ തീരുമാനമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ഇതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്, അവൻ്റെ ആധികാരികതയിലുള്ളതാണ്. Now that's where we can again remember this evening God has been gracious in selecting us, selecting a group of believers, calling on to truly to his name and worshiping him faithfully over there. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കത്തക്ക വിധത്തിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തൻ്റെ കരുണ നമുക്ക് കാണിച്ചു തന്നു, കൃപ നമ്മിൽ ചൊരിഞ്ഞു. ആ കാരണത്താൽ നാം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുവാൻ ഇടയാകും.
Let us take a moment to say, Lord, thank you so much for revealing to us how poor I am, how rich you are the God in heaven who selected us and who revealed to us. നമുക്ക് അതുകൊണ്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നന്ദി പറയുവാനിടയാകാം, മഹത്വപ്പെടുത്തുവാനിടയാകാം. ദൈവമേ, ഞങ്ങൾ ഏറ്റവും എളിയവരും ഏതുമില്ലാത്ത അവസ്ഥയിലും എന്നാൽ അങ്ങ് ഏറ്റവും ശ്രേഷ്ഠനും ഏറ്റവും ഉന്നതനുമായിരിക്കുന്ന സ്ഥിതിയിൽ ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെ പുകഴ്ത്തുന്നു, അങ്ങയോട് നന്ദി പറയുന്നു എന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. Now let us come back to the book of Exodus. In chapter 33, verse 20 to 23, there we see the gracious covering of God even when it is displayed to Moses. ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തുവാനിടയായി തീർന്നപ്പോൾ ആ സമയത്ത് തന്നെത്താൻ മറയ്ക്കുവാനിടയായി തീർന്ന കാര്യവും നാം ഇവിടെ കാണുവാൻ കഴിയുന്നു. In this gracious covering, God is again telling Moses that he could only see the back of God because no one can see God face to face and live over there. ദൈവത്തിൻ്റെ ആ മഹത്വത്തിൽ പൂർണ്ണമായും ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. I believe, മരിച്ചു പോകുവാൻ ഇടയായി തീരാവുന്നതാണ്. എന്നാൽ ഇവിടെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ പിൻഭാഗം വെളിപ്പെടുത്തുവാനിടയായി തീർന്നുവെന്ന് കാണിക്കുന്നു. I believe the reason to that is the God is very considerate how man in his flesh cannot see the glory and the holiness of God over there. ദൈവത്തിൻ്റെ മഹത്വത്തിലും അവൻ്റെ വിശുദ്ധിയിലും ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ പാപിയായിരിക്കുന്ന മനുഷ്യന് അസാധ്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. It is only when we are having a glorified body, when we get into closer to the presence of God, we will be only able to see him face to face over there. ദൈവത്തെ മുഖാമുഖമായി കാണണമെങ്കിൽ അതിന് നാം തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ മാത്രമേ കഴിയുള്ളൂ. And that's where I believe the psalmist says in Psalm 17 and verse 15, I will see your face in righteousness. When I wake, I will be satisfied with your presence. I would request an uncle to please help us over there. സങ്കീർത്തനങ്ങൾ 17:15 നാം വായിക്കുമ്പോൾ അവൻ്റെ നീതിയിൽ ഞാൻ അവൻ്റെ മുഖം കാണുമെന്ന്, ഉണരുമ്പോൾ അവൻ്റെ മുഖം കാണുമെന്ന് ആ വസ്തുത അവിടെ ഓർപ്പിക്കുന്നു. അവിടെ ആ ഭാഗം സഹോദരന്മാരാരെങ്കിലും വായിക്കാം. 17:15 ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ടു തൃപ്തനാകും. Oh, what a beautiful lesson is that. The psalmist is reminding us to see Christ is to come closer, drawing nearer to God over here. അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വളരെ അടുത്ത ആയിരിക്കുന്ന അവസ്ഥ. The gospel writer John mentions in 14 verse 9, when Jesus is speaking to Philip, the one who has seen me has seen the Father over there. അവിടെ ദൈവമഹത്വത്തെ കാണുന്നതിനോടനുബന്ധിച്ച് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ പറയുമ്പോൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ക്രിസ്തു ഫിലിപ്പിനോട് പറയുന്നത് നാം വായിക്കുന്നു. Paul is speaking about the glory of God when he is communicating to the Corinthian believers how we see distinctively now as only in a mirror, but then face to face with God in heaven above. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രതിപാദിക്കുമ്പോൾ 4 അധ്യായത്തിൽ അവനെ ഇപ്പോൾ കണ്ണാടിയിൽ കാണുന്നത് പോലെയുള്ള അവസ്ഥയിൽ, എന്നാൽ അതേസമയം മുഖാമുഖമായി അവനെ നേരിൽ കാണുവാൻ ഇടയാകുന്ന ആ നേരിൽ അവൻ്റെ മഹത്വത്തിൽ കൂടുതൽ മഹത്വത്തോടുകൂടെ കാണുവാനിടയാക്കിയിരുന്ന വസ്തുത ഓർമ്മിപ്പിക്കുന്നുണ്ട്. Now that's all we can raise ourselves to create a desire. Do we desire this question of desire in our heart? Do we earnestly desire in the coming years to draw closer to God, to see him face to face till we get glorified in our body? നാം അവനെ മുഖാമുഖമായി കാണുവാൻ തക്കമുള്ള ആഗ്രഹത്തിൽ, അവൻ്റെ തേജസ്സിൽ കാണുവാനുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്ന, അതുവരെയുള്ള കാലത്ത് ആ ആഗ്രഹത്തോടുകൂടെ ജീവിക്കുന്ന അവസ്ഥ നമുക്ക് അനിവാര്യമാണ്, നന്മയാണ്.
Yeah. So here we can recognize how the Lord is teaching the importance of His glory, how we as individuals should be preparing ourselves to the coming of our Lord Jesus Christ, and how we get a step closer to God each year. ഓരോ വർഷവും ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാനുള്ള ആഗ്രഹത്തിൽ ദൈനംദിന ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരാം. Now, the lesson to remember here is, once a person sees the glory of God, only then a person can understand how big of a transformation he or she needs in his or her life. എത്രമാത്രം യേശു കർത്താവിനെ അവൻ്റെ മഹത്വത്തിൽ നാം കാണുവാൻ ഇടയാക്കുമോ അത്രമാത്രം കൂടുതൽ നാം ഗ്രഹിക്കുകയാണ് നാം ഇനിയും എത്രമാത്രം അവനോട് അനുരൂപമായി രൂപാന്തരപ്പെടണം. Now, I remember a story that goes like this. A butcher goes to hear a sermon on a Sunday, which is a holiday, in a church over there. A big famous preacher came and he was going to listen to the sermon. ഒരു അറവുകാരൻ ഒരു സന്ദേശം കേൾക്കുവാനിടയായിത്തീർന്ന സാഹചര്യം. Now, his wife discouraged the idea. Why do you need to go on a holiday? Because there will be more customers coming to the shop, and you're wasting your time in a church. എന്നാൽ ഭാര്യ സഹോദരി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ സമയം കളയുന്ന, പള്ളിയിലൊക്കെ പോയിട്ട് ആരാധനയ്ക്ക് പോയിട്ട് അതിൻ്റെ ആവശ്യമില്ല, ഇന്ന് ഒത്തിരി പേര് സാധനം വാങ്ങാനായിട്ട് വരില്ലേ എന്ന് ചോദിച്ച് അവരെ നിരാശപ്പെടുത്തുന്നതായിട്ട് കാണും. Now, the butcher and his wife were practically atheists, but he heard about the famous preacher coming and he wanted to just find out what is happening. He was curious only over there. എന്നാൽ അതേസമയം ആ ഒരു പ്രശസ്തനായ ഒരു വചന ശുശ്രൂഷകൻ വരുന്നു എന്ന് കേട്ടതുകൊണ്ട് എന്താണ് അവിടെ പറയുവാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആകാംക്ഷനായിട്ട് താൻ ആയിത്തീർന്നു. Now, he refused his wife's words and he went to a church and he came back. His wife was mocking him. Oh, you wasted your time. Many customers came and went. You lost today's business over there. എന്നാൽ അദ്ദേഹം ഭാര്യയുടെ വാക്കൊന്നും ശ്രദ്ധിക്കാതെ നേരിൽ അവിടെ പ്രസംഗം കേൾക്കുവാനായിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ഭാര്യ ആ വ്യക്തിയെ ആക്ഷേപിച്ചു പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ ദിവസം കളഞ്ഞു, വെറുതെ സമയം കളയുകയായിരുന്നു, നിങ്ങൾ എന്തോരം ബിസിനസ് കിട്ടേണ്ടതായിരുന്നു, പണം കിട്ടേണ്ടതായിരുന്നു, നിങ്ങൾ അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു പറഞ്ഞു. And when she asked him, what did you learn today? What did you earn today? He only said, I understood how bad a person I am in front of a big and mighty God over there. എന്നാൽ എന്താണ് നിങ്ങൾ അവിടെ പോയിട്ട് നേടിയത് എന്ന് ഭാര്യ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ആ ഒരു വലിയവനായിരിക്കുന്ന ശക്തനായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ എനിക്കിടയായി തീർന്നു. Now, we know what is the qualification of a butcher. A butcher does not have the qualification much to read or write, but he is only able to listen. When he listened and understood how big of a vacuum, how big of a gap is there between him and the living God, he realized how he should change his life over there. അറവുകാരന് തനിക്ക് വിദ്യാഭ്യാസമോ എഴുത്തും വായനയൊന്നും അറിയില്ലാത്ത ഒരു മനുഷ്യനാണ്. എന്നാൽ അതേസമയം തന്നെ താൻ കേട്ട് മനസ്സിലാക്കുവാനിടയായി എത്രമാത്രം വലിയവനായിരിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പാകെ താൻ ഏതുമില്ലാത്ത അവസ്ഥയിലാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയും. Only when you learn, only when you embrace, when you receive the grace which God gives, you will be able to see how big is His glory, how poor we are over there. ദൈവത്തിന്റെ കൃപയാൽ നാം ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശ്രേഷ്ഠത, എത്രമാത്രം വലിയവനായിരിക്കുന്ന ദൈവം ആണെന്നും അവന്റെ കൃപ ഏറ്റവും വലുതാണെന്നും അതേസമയം തൻ്റെ ജീവിതം ഏറ്റവും താഴെയുള്ള അവസ്ഥയിലാണ്, ഏറ്റവും നികൃഷ്ടമായ സ്ഥിതിയിലാണ് എന്നും തിരിച്ചറിയുവാൻ തനിക്ക് കഴിയും.
This is what chapter 33 is reminding us again this evening. How are you experiencing the glory of God? Let us take a step back from the time you are born again till 2023. How did we able to grow closer to God in understanding His glory? Are we still the immature stage, or are we growing till the last one more year closer to God? ദൈവസാന്നിധ്യത്തിൽ നാം ഈ കാര്യത്തെക്കുറിച്ച് 33 അധ്യായത്തിലേക്ക് തിരിച്ചു വന്ന് ഒന്ന് ചിന്തിക്കാം. ആ മഹത്വത്തിനോട് എത്രമാത്രം നാം കൂടുതലായിട്ട് മഹത്വത്തെക്കുറിച്ച് ഓർക്കുവാനും അതിനോട് ചേർന്ന് വരുവാനും കൂടുതൽ അഭിവൃദ്ധിപ്പെടുവാനും ഇടയായി. ഈ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ എത്രമാത്രം നമുക്ക് വളർച്ചയുണ്ടായി, അവൻ്റെ തേജസ്സിനോടനുബന്ധിച്ച് എത്ര അഭിവൃദ്ധി ഉണ്ടായി എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. When we learn that when we are getting closer with God, and when we are getting closer to His glory over there, we understand how much humbleness we need again to sit back, to read His word, to be in prayer, in communication with Him. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നാം അടുത്ത് എത്രമാത്രം ചെല്ലുന്നു, അവന്റെ ആ മഹത്വത്തിലേക്ക് എത്രമാത്രം അടുത്ത് ചെല്ലുന്നു, അത്രമാത്രം നാം തിരിച്ചറിയാണ് നമ്മുടെ ഏറ്റവും ബലഹീനമായ സ്ഥിതി, ഏറ്റവും താഴ്ന്ന അവസ്ഥ. ഇനി എത്രമാത്രം നാം ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനുണ്ട് എന്ന് അത് നമ്മെ അറിയുവാനായിട്ട് സഹായിക്കുന്നു. And that's how it leads to chapter 34, where chapter 34, God again gives a fresh copy of the tablets over there, teaching again a glimpse of God's glory over there. അത് നമ്മെ 34 അധ്യായത്തിലേക്ക് എത്തിക്കുന്നു. ദൈവം വീണ്ടും കൽപ്പലക ക്രമീകരിക്കുവാനായിട്ട് ഇടയായിത്തീരുകയും ദൈവിക പ്രമാണം അവർക്ക് നൽകുവാനും ഇടയായിത്തീരും. Now, when we study all this together, we have to understand the Lord is important. The name of Yahweh is important in the life of every believer over there. ഓരോ വിശ്വാസികളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ, അതൊക്കെ ഏറ്റവും മഹാത്മ്യമുള്ളതാണ്, ഏറ്റവും ശ്രേഷ്ഠമുള്ളതായിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. Now, I believe it is a common illustration to use, especially when you are from a southern part of India. House names are very important along with a person's name. സാധാരണ തെക്കേ ഇന്ത്യയിൽ ഉള്ള ആളുകളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അവരുടെ പേരിനോട് ചേർത്ത് അവരുടെ വീട്ടുപേരും കൂടെ ഉൾപ്പെടുത്താറുള്ളത്. Now that carries their heritage and the family they belong, and that gives a recognition for them in the public over there. പൊതുസ്ഥലങ്ങളിൽ അവരുടെ കുടുംബം സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് ഇടയാക്കുന്നതാണ് ആ വീട്ടുപേര്. Now, when a believer, when a child of God comes to know who is God, understanding and walking in the ways of God, it is important for God that the person carries the love of God, the glory of God in his or her life over here. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ആണ് ആ വീട്ടുപേര് വെളിപ്പെടുത്തുന്ന ആ കുടുംബത്തെക്കുറിച്ച്. ഇതുപോലെ തന്നെ കർത്താവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ നാം വഹിക്കുവാൻ ഇടയാകുമ്പോൾ അവൻ്റെ മഹത്വത്തെയും അവൻ്റെ ശ്രേഷ്ഠതയും ഒക്കെയാണ് നാം വഹിക്കുവാനും അവൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുവാനും ഇടയായിത്തീരുന്നത്. So here is in chapter 34, the Lord is giving again His word over there. The tablets, the commandments, that is a glimpse or a display of His glory, of His name in the life of the people of God. ദൈവജനതയുടെ ജീവിതത്തിൽ ദൈവം 34 അധ്യായത്തിൽ കൽപ്പന കൊടുക്കുമ്പോൾ അവൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠതയും ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും അവൻ്റെ നിലപാടിൻ്റെ ഔന്നത്യവും വെളിപ്പെടുത്തുന്നതായിട്ട് കാണാം. God is teaching Israel how He is gracious again, and moreover that they have to remember one was broken because of their mistake, the other one was again remade because God is again showing His kindness to them, not because of their confession only over there. അവിടെ ആദ്യത്തെ കൽപ്പന അത് നിലത്തിട്ട് പൊട്ടിച്ചു കളഞ്ഞപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ച് വീണ്ടും മറ്റൊരു കൽപ്പന കൊടുത്ത് അവരെ യോഗ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയർത്തുന്നത് ദൈവം അവരെ പരിഗണിക്കുന്നു എന്നതിൻ്റെ
ഒരു സൂചനയായിട്ട് കാണും. Now, here is what we can see the premise or the important passage in chapter 34, the important verse, I would say, that shows the exact understanding how people should recall the glory of God. That is in verse 6. I would request an uncle to please help. This is how God is teaching who He is to them when He gives again those tablets of stone over there. ദൈവം അവർക്ക് കൽപ്പന കൊടുത്തപ്പോൾ അവരെ വീണ്ടും ദൈവിക മഹത്വത്തെ കാണുവാൻ, അറിയുവാൻ, ഗ്രഹിക്കുവാനായിട്ട് അവസരം കൊടുക്കുകയാണ്. ആരെങ്കിലും സഹോദരന്മാരാരെങ്കിലും 6-ാമത്തെ വാക്യം വായിക്കാം. 34:6 യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുമുള്ളവൻ. Thank you, Uncle. Now, we can just evaluate over here. In 34 verse 6, why does God have to be compassionate? Number one, we should start looking into it. ദൈവം കരുണയും കൃപയുമുള്ളവൻ, എന്തുകൊണ്ടാണ് ദൈവം കരുണയുള്ളവനെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. Because Israel were in need of the compassion God. Otherwise, they would have suffered the anger of God. Chapter 32. 32-ാമത്തെ അധ്യായത്തിൽ നാം ശ്രദ്ധിച്ചതാണ്, അവരുടെ ജീവിതത്തിൽ, ഇസ്രായേലിന്റെ ജീവിതത്തിൽ കരുണ വേണ്ടിയതാണ്. കാരണം ദൈവത്തിന്റെ കോപത്തിന് മുമ്പിലായിരുന്നു അവർ. അതുകൊണ്ടാണ് A person who is under anger will only look forward to completely destroy, or that anger to kill, to satisfy or appease that anger over there. ദൈവത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. ആ കരുണയ്ക്കായിട്ട് അവർക്ക് പ്രാധാന്യം അവിടെ കാണും. The psalmist in Psalm 7 and verse 11 to 13 shows a display of God's anger, because unless the anger of God is appeased, God cannot move forward. That is what psalmist says in Psalm 7 verse 11 to 13. സങ്കീർത്തനം 7:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം സങ്കീർത്തനക്കാരൻ മുഖാന്തരം ദൈവത്തിന്റെ കരുണയെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തി. No, anger, his anger over there. കോപത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. Uncle, please help us read Psalm 7 verse 11 to 13. 7-ാമത്തെ സങ്കീർത്തനം 11 മുതൽ 13 വരെയുള്ള വാക്യം. 11 ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. അവൻ തന്റെ വില്ല് കുലച്ചു ഒരുക്കിയിരിക്കുന്നു. അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു. തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു. Thank you. What a fierce God we read in the words of David the psalmist about God who is angry at a sinner over there. അവിടെ പാപിയായിരിക്കുന്ന മനുഷ്യന്റെ മുകളിൽ ദൈവം നീതിയുള്ള ന്യായാധിപതിയായി മരണത്തിന് അർഹരായിരിക്കുന്ന മനുഷ്യരെ കാണിക്കുമ്പോൾ അവർ കരുണ വേണ്ടിയവരാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളവരാണെന്ന് അവിടെ നമ്മെ ചിന്തിക്കുവാൻ ഇടയാക്കും. When David recognized this, the glory of God which shows compassion, he says in Psalm 103 verse 13, as a father has compassion on his children, so the Lord has compassion on those who fear him. Those words are very important over here. 103-ാമത്തെ സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് നാം വായിക്കുന്നത് ഈ ഭാഗത്തോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. It is the compassion of God. We are not going to see or embrace his anger, and that compassion was seen through our beloved Lord Jesus Christ. അവിടെ ദൈവിക കോപത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ കരുണ അനിവാര്യമായിരിക്കുന്ന സ്ഥിതിയിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം തന്റെ കരുണ വെളിപ്പെടുത്തിയത്. കരുണാസമ്പന്നനായ ദൈവം യേശുക്രിസ്തുവിലൂടെ കരുണ വെളിപ്പെടുത്തി. Coming back to Exodus 34 verse 6, the next line it says over there, the Lord God is compassionate and merciful over there, or gracious. അവിടെ ദൈവത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ള ദൈവമായിട്ട് 6-ാം വാക്യത്തിൽ 34-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുമ്പോൾ
ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയുടെ ശ്രേഷ്ഠത അവിടെ വെളിപ്പെടുത്തണം. Now, who does need grace in their life? ആരുടെ ജീവിതത്തിലാണ് കൃപ ആവശ്യമുള്ളത്? Now, we know the presidential appeal that goes for those who are convicted to a lifelong death over there. മരണാർഹരായിരിക്കുന്ന ആളുകൾക്ക് പ്രസിഡന്റിന് ഒരു അപ്പീൽ കൊടുക്കുവാനും അങ്ങനെ അവർ കൃപ നേടുവാനൊക്കെയുള്ള അപേക്ഷ നൽകുന്നതായിട്ട് കാണാം. Now, those who have committed such crime and the justice have only condemned them to death, they need grace over there. അവിടെ കുറ്റം വിധിക്കപ്പെട്ട അവസ്ഥയിൽ മരണത്തിന് അർഹരായിട്ട് ദൈവിക മനുഷ്യ കോടതിയുടെ മുമ്പാകെ അയക്കുകയും അവർക്ക് കൃപ ആവശ്യമായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. It is not because the criminal has done something good, they are earning grace over there. കൃപ ലഭിക്കുവാനിടയാകുന്നതിന് വേണ്ടി എന്തെങ്കിലും നന്മ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടല്ല. It is the first man of the country is showing grace under his decision over there. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രഥമ പൗരനായിരിക്കുന്ന പ്രസിഡന്റ് ആ വ്യക്തിയോട് കൃപ കാണിച്ചാൽ മാത്രമാണ് ആ വ്യക്തിക്ക് ആ നിലയിൽ കൃപ ലഭിക്കുകയുള്ളൂ. When we look into chapter 34 verse 6, we understand it is someone who is more powerful than any kings or rulers. He is showing grace. That is what the passage is teaching us. ഇവിടെ ദൈവകോപത്തിന് പാത്രമായിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഒരാൾ കരുണ കാണിക്കുവാൻ കൃപ കാണിക്കുവാൻ ആവശ്യമുണ്ട്. ആ നിലയിലാണ് ഈ 6-ാമത്തെ വാക്യം 34-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കൃപയെക്കുറിച്ച് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്. It is 100% the decision of God on those who are undeserving. People like you and me over here. God showed grace, and let us again praise God for that grace and mercy, grace or mercy He has shown us. ദൈവത്തിന്റെ മാത്രം തീരുമാനമാണ് കൃപയും കരുണയും നമ്മോട് കാണിച്ചത്. നമ്മുടെ അർഹതയല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയും കരുണ മാത്രമാണ് ഇവിടെ ഓർക്കുവാൻ കഴിയുന്നത്. Coming back to the third aspect in 34 verse 6, the Lord is slow to anger over there. ഇവിടെ ദീർഘക്ഷമയുള്ള ദൈവമായിട്ട് മൂന്നാമത്തെ വസ്തുത പറഞ്ഞിരിക്കുന്നു. Now, when we have children, when they do a mistake, how do we take the stick immediately, or do we tell them first and then we take the stick? സാധാരണ കുട്ടികളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വടിയെടുത്ത് അടിക്കുകയല്ല, മറിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറയുവാൻ്റെ കൊണ്ടൊരു ക്ഷമ കാണിക്കുന്ന ഒരവസ്ഥ മാതാപിതാക്കളായിട്ടുള്ളവർക്ക് ഉണ്ട്. Now just imagine, immediately something they do wrong and immediately you take the stick. What is that interaction between the child and the parent going to be? ഉടനെ തന്നെ നാം വടി എടുക്കുകയാണെങ്കിൽ, അത് ഒന്നും പറയാതെ തന്നെ എടുക്കുകയാണെങ്കിൽ, ആ മാതാപിതാക്കളും കുഞ്ഞും തമ്മിലുള്ള ആ ബന്ധത്തെ എങ്ങനെ നമുക്ക് വിശദമാക്കാൻ കഴിയും? Definitely that is going to be like a slave and a dictator, and how that relationship is spoiled over there. That's one lesson we understand and remember. അത് ഒരു അടിമയും ഉടമയും പോലെയുള്ള ഒരു ആധിപത്യ സ്വഭാവം വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അതൊരിക്കലും ഒരു മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്താതെ പോകും. അതുകൊണ്ട് ആ ബന്ധത്തെ വെളിപ്പെടുത്തത്തക്ക വിധത്തിലാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പെരുമാറുക. The lesson to understand the glory of God teaches us His patience to a group of rebellious people who needed a patient God with them. ഒരു മത്സരിയാളായിരിക്കുന്ന ജനതയ്ക്ക് ദൈവിക മഹത്വം വെളിപ്പെടുത്തത്തക്ക വിധത്തിൽ ദൈവം കൃപ കാണിക്കുന്നു, കരുണ കാണിക്കുന്നു, ദീർഘക്ഷമ കാണിക്കുന്നു എന്നിവിടെ കാണാം. Praise God. Let us praise God. We have a patient God who is with us. വളരെയധികം ക്ഷമ കാണിക്കുന്ന ഒരു ക്ഷമയുള്ള ദൈവം ആണ് നമ്മുടെ ദൈവം. അതുകൊണ്ട്
ദൈവത്തെ സ്തുതിക്കാം. Now, when we go through problem, especially in the last 1 month when I had a fracture on my leg, the grumble was only looking to my pain, my suffering, my problems only over there. And that's where we do not see how God is using our time for His purpose over there. ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുവാൻ ഇടയാക്കി തീർക്കുന്ന തരത്തിൽ ആയിരിക്കണം എന്നില്ല നമ്മുടെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് കാലിനൊക്കെ ഒരു പൊട്ട് വരികയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ട് വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ. എന്നാൽ കർത്താവിൻ്റെ പദ്ധതി പ്രകാരമാണ് ഇത് എന്നും ദൈവിക പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് നാം ഓർക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിനെ ആ നിലയിൽ കാണുവാനായിട്ട് കഴിയുന്നു. So we have to still thank God today, especially in these last few days of 2023. God was patient with me when I went against Him, when I murmured or grumbled. Thank you, Lord, for being gracious. Thank you, Lord, for being kind. Thank you, Lord, for being patient with me. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം കരുണ കാണിച്ചതുകൊണ്ട്, ദൈവം കൃപ കാണിച്ചതുകൊണ്ട് ദൈവത്തിന് നന്ദി എന്ന് സ്തോത്രം പറയുവാൻ കാരണമായി തീരുകയായിരുന്നു. Now, the next line which we see over there, how God is abounding in faithfulness and truth over there. ദൈവം തൻ്റെ വിശ്വസ്തതയിൽ വളരെയധികം വലിയ നിലയിൽ ദൈവം വിശ്വസ്തത കാണിക്കുന്നു എന്നത് മറ്റൊരു വാക്ക് നമുക്ക് ഈ 6-ാം വാക്യത്തിൽ കാണാം. Here is where God's nature, He is a faithful God even when the people are unfaithful to Him. അവിശ്വസ്തരായ ജനതകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയായിരിക്കുന്ന വിശ്വസ്തത ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് കാണാം. When we read through 34 verse 7, the time frame of that faithfulness is being validated over there. He is a faithful God who keeps for thousands, who forgives wrongdoing, violation of His law and sin. Yet He will by no means punish no means leave the guilty unpunished over there. ദൈവത്തിൻ്റെ മുമ്പാകെ കുറ്റക്കാരായിരിക്കുന്ന ഇസ്രായേൽ ജനത അവരുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട് മഹാദയ കാണിച്ചുകൊണ്ട് അവരോട് അകൃത്യവും അതിക്രമവും ഒക്കെ ക്ഷമിക്കുവാനിടയായിത്തീരുന്നത് അത് പരിധി വച്ചിട്ടല്ല, മറിച്ച് വളരെയധികം ദീർഘമായിട്ട് തന്നെയാണ് എന്നിവിടെ ഓർക്കാം. Now, when I read through these words, this is a reminder again. The Lord is showing us how our fathers looked to this God, how our parents worship this living God. They could enjoy the faithfulness of God even when they had problems or sufferings in their life. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ തിരിച്ചറിയുവാൻ ഇടയായിത്തീരുന്ന അവസ്ഥ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഓരോരുത്തർക്കും അത് സാധ്യമായിത്തീരുന്നു. Now, this love or this faithfulness is described, it is steadfast, and that steadfastness of the love of God is the strength and foundation, again showing to His glory over there. It is not going to change or it is not going to vary over there. ദൈവത്തിൻ്റെ വിശ്വസ്തത മാറ്റമില്ലാത്ത നിലയിൽ തുടർമാനമായിട്ടുള്ളത് ആയതുകൊണ്ടും അതിന് താഴ്ച ഉയർച്ച വരാത്ത നിലയിൽ തുടർമാനമായിട്ട് ഒരേപോലെ അവൻ്റെ വിശ്വസ്തത തുടരുന്നതുമായതിനാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ മഹാത്മ്യം നമുക്കിവിടെ തിരിച്ചറിയാൻ കഴിയും. The next thing where we read over here is, to the guilty God is forgiving also over there. ഇവിടെ നാം കാണുന്ന മറ്റൊരു സത്യം, കുറ്റക്കാരായിരിക്കുന്ന ആളുകളെ ദൈവം ക്ഷമിക്കുന്ന ദൈവമായിട്ട് കാണിക്കും. Now, as the passage shows to us over here, the compassion is being carried out. How God lifts the guilt, how God lifts the condemnation of their sin over there. പാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം വിധിക്കപ്പെട്ട് ശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്ന കുറ്റമുള്ള ആളുകളുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയും മഹാദയയും കരുണയും കാണിക്കുന്ന അവസ്ഥ നാം ഇവിടെ കാണും. I would request all of you to please go back to read verse 7. Here, there are 3 elements in the entire forgiveness of God we should remember.
ദൈവത്തിൻ്റെ ക്ഷമയുടെ കാര്യത്തിൽ 3 വസ്തുതകൾ ഈ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. Uncle, please read first and then we will go into those 3 elements quickly. ഈ 7-ാമത്തെ വാക്യം സഹോദരന്മാരാരെങ്കിലും വായിക്കാം. അതിനുശേഷം ഈ 7-ാം വാക്യത്തിലെ ക്ഷമയുടെ 3 വസ്തുതകളെ നമുക്ക് ചിന്തിക്കാം. 7-ാം വാക്യം. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. Number 1, God forgives the wrongdoing of the people over there. ദൈവം തെറ്റ് ചെയ്ത വ്യക്തികളുടെ കാര്യത്തിൽ ക്ഷമിക്കുന്ന ദൈവമാണ്. Second thing, he forgives the violation, that is the rebellion of the people over there. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് വിപരീതമായിട്ട് അതിക്രമം ചെയ്തിരിക്കുന്ന സ്ഥിതിയിൽ അവരോട് കാണിക്കുന്ന ക്ഷമയാണ്. Third thing, the failure to be in holy life over there, that is committing sin because of their action over there. അവരുടെ പാപത്തിന്റെ മധ്യത്തിൽ അവരുടെ പരാജയം, ആ കാര്യത്തിൽ ദൈവം ക്ഷമ കാണിക്കുന്നവനാണ്. Now that's where everyone who should understand what is happening when you do a sin. Number 1, you are committing something wrong in front of God. നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റം ചെയ്യുന്നതായിട്ട് കാണും. Number 2, we are rebelling against the Almighty God. We are going against the covenant relationship over there. രണ്ടാമത്തെ കാര്യം, ദൈവമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അംഗീകാരം, ദൈവത്തിൻ്റെ ദൈവിക നിയമം, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെടുത്തത്തക്ക വിധത്തിലുള്ള മത്സര സ്വഭാവം വെളിപ്പെടുത്തണം. And the third thing is the moral failure in a holy person's life, how he or she is committing it and failing to stand holy in front of God. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ അശുദ്ധമായ അവസ്ഥയിലേക്ക് ചെന്നു ചേരുന്ന, ദൈവത്തിൻ്റെ ധാർമ്മിക നിലവാരത്തിന് ചേരാത്ത നിലയിലുള്ള അവസ്ഥയിലേക്ക് ചെന്നു ചേരുന്ന പരാജയമാണ് കാണുന്നത്. This evening, before we conclude, I would request everyone who is listening or watching to please remember only one person has the power to lift you and to give you forgiveness from God of your committing of your sin, and that is none other than our Lord Jesus Christ. അതിനാൽ നാം ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രം ആണ് അകൃത്യവും പാപവും കുറ്റവും എല്ലാം ക്ഷമിക്കുവാനും അതിന് പരിഹാരമുണ്ടാക്കുവാനും ഒക്കെ കഴിയുന്നു. മറ്റാരും ഈ ലോകത്തിൽ ഇല്ല. In the Gospel of Mark chapter 2 and verse 5, Jesus says to the paralytic over there, "Son, your sins are forgiven over there." മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അവിടെ പക്ഷവാതക്കാരനായിരിക്കുന്ന ആ മനുഷ്യനോട് കർത്താവ് പറയുന്ന വാക്ക് നാം ശ്രദ്ധിക്കുന്നു, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന്. It is not a mere human's words, it is the divine authority of our Lord Jesus Christ to forgive the wrongdoing, the rebellion, the sin of man over there. മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കണമെങ്കിൽ യേശുക്രിസ്തു ദൈവം തന്നെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ദിവ്യ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന്റെ പാപത്തിന് അവിടെ ആ മനുഷ്യന് പാപത്തിന് ക്ഷമ കൊടുക്കുവാൻ ഇടയായിത്തീരും. Are you willing to accept this authority, this person Jesus in your life? And that's where God is revealing again His glory into your life. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ്റെ മഹത്വവും അംഗീകരിക്കുവാൻ ഇടയാകുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ കുറവുകളൊക്കെ പൂർണ്ണമായിട്ട് സമ്മതിച്ച് കർത്താവിനെ ആദരിക്കുവാൻ ഇടയായിത്തീരുന്ന അവസ്ഥ, അത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായ വസ്തുതയാണ്. Coming back to chapter 34, verse 7, there the last line over there is important. To the unrepentant, God is just over there. It's mentioned over there. അവിടെ 34-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്,
അനുദപിക്കാത്ത ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ ദൈവം പ്രതികരിക്കുന്നവനായിട്ട് കാണും. This reminds us again about the second commandment in Exodus 20 and verse 5. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലെ രണ്ടാമത്തെ കൽപ്പനയുടെ ലംഘനമായിട്ടാണ്. And in that, you shall not worship them or serve them, for I, the Lord God, am a jealous God, visiting the iniquity of your father and unto the children, and on the third and the fourth generation of those who hate me over there. ആ ഭാഗത്ത് നാം കാണുന്നത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ സേവിക്കരുത്, നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ ശേഷം അങ്ങനെ അകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീക്ഷ്ണതയുള്ള ദൈവമായി അവരുടെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് കാണും. Most of the time in a believer's life, it is we expect God to be this, that. We expect God to fit in a box for us. അനേക ആളുകളും അവരുടെ ജീവിതത്തിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ ക്രമീകരിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ സ്വന്തം ഇഷ്ടത്തെ ദൈവം അംഗീകരിക്കണമെന്നുള്ള ചിന്തയിൽ പ്രതികരിക്കുന്ന അവസ്ഥ കാണാൻ കഴിയും. But the passage is teaching us, if you are rejecting God, if you are hating God, God is displeased with you. ദൈവത്തിൻ്റെ ആ കൽപ്പനയെ നിരാകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ ദൈവം വെറുക്കുന്നു, അവരുടെ കാര്യത്തിൽ ദൈവത്തിന് താല്പര്യമില്ല എന്ന് കാണാം. Most of the time when you listen to many evangelistic sermons, it is true, God is gracious and compassionate, but it is more important to teach over here how God is angry to the unrepentant. If a person continues to do in that sin, God is going to be going to show his anger over there. ദൈവം അകൃത്യവും പാപവും ക്ഷമിക്കുന്നവനാണ് എന്ന സുവിശേഷ സന്ദേശത്തിൽ നാം പലപ്പോഴും കേൾക്കുന്നവരാണ്. അതേസമയം തന്നെ അനുദപിക്കാത്ത തുടർമാനമായിട്ട് പാപത്തിൽ തന്നെ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ കോപവും അവരുടെ മേൽ ചൊരിയുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. As I was studying this passage, the importance of looking at the glory of God, if you are not doing it in your life, in a individual's life, in our children, generations to come, the children will not even look to the glory of God. But if you are maintaining that looking to the glory of God, that consistent walk in looking to God's glory, the children learns the consistent pattern in the parents, from the parents' life. കുറ്റമുള്ള അവസ്ഥയിൽ അവർ ദൈവസന്നിധിയിലേക്ക് അനുദപിച്ച് വരുന്നുവെങ്കിൽ ദൈവം അവരോട് ക്ഷമിക്കുമെന്നാൽ അങ്ങനെ അകൃത്യത്തിലും പാപത്തിലും അതിക്രമത്തിലും തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന സ്ഥിതിയിൽ ആണ് എങ്കിൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ തലമുറകൾക്ക് വരുത്തി വയ്ക്കുന്ന വിനയായിട്ടാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. 3-ാമത്തെയും 4-ാമത്തെയും തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാകുവാൻ, ന്യായവിധി ഉണ്ടാകുവാൻ ഇടയാക്കി തീർക്കുന്ന വലിയ കുറ്റകരമായ കാര്യമായിട്ടാണ് അവ ഇരിക്കുന്നത്. Let us praise God in this age and time. We have been communicated very beautifully the message of God's salvation through itinerant preachers who have looked to the glory of God, come to us, given us God's word and his love to people like us so that we can see who is Christ to us. ആധുനിക കാലഘട്ടത്തിൽ ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം ദൈവിക വചന ശുശ്രൂഷക്കാരായിരിക്കുന്ന ദേവദാസന്മാർ മുഖാന്തരം ദൈവം നമ്മോട് അരുളി ചെയ്തത് നാം കേൾക്കുവാനും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ഇതൊക്കെ തിരിച്ചറിയുവാനും നമുക്ക് ഇടയായിത്തീർന്നു. Now we should not sit idle. Now this is our job to pass it on to the coming generation ahead of us. What we have received, let the radiance of God's glory from our life be a beacon, be a lamp to those ahead of us, to our children in the days to come. യേശു കർത്താവ് പഠിപ്പിച്ചതുപോലെ നാം ശിഷ്യരായി തീർന്ന സ്ഥിതിയിൽ ആ ശിഷ്യത്വം മറ്റവർക്ക് പകർന്നു കൊടുക്കത്തക്ക വിധത്തിൽ ദൈവം
യേശുക്രിസ്തു വെളിച്ചമായിരിക്കെ ആ വെളിച്ചത്തിൽ പങ്കാളികളായി തീരത്തക്ക വിധത്തിൽ മറ്റുള്ളവർക്കും വെളിച്ചത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് വരുവാനൊക്കെ അവരുടെ ഹൃദയങ്ങളിലും വെളിച്ചം പകർന്ന് അങ്ങനെ തലമുറകൾക്ക് വെളിച്ചം പകരുന്നവരായിട്ട് നമുക്ക് തീരാം. May His name be glorified. Amen. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.